സിറിയൻ നഗരമായ അലപ്പോയിൽ പ്രസിഡന്റ് ബഷാർ അൽ അസാദിനെ എതിർക്കുന്ന വിമത വിഭാഗവും സൈന്യവുമായി ഏറ്റുമുട്ടൽ. തീവ്രവാദ സംഘടനയായ ഹയാത്ത് തഹ്രീർ അൽ ഷാമിന്റെ നേതൃത്വത്തിലുള്ള വിമതർ 8 വർഷത്തിന് ശേഷമാണ് അലപ്പോയിൽ പ്രവേശിക്കുന്നത്. തീവ്രവാദ സംഘടനയായ ഹയാത്ത് തഹ്രീർ അൽ ഷാമിന്റെ നേതൃത്വത്തിലുള്ള വിമത സംഘമാണ് വർഷങ്ങൾക്ക് ശേഷം അലപ്പോയിൽ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. ബുധനാഴ്ചയാണ് വിമതസേന അലപ്പോയിലേക്കുള്ള കടന്നുകയറ്റം ആരംഭിച്ചത്. വെള്ളിയാഴ്ചയോടെ നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഇവർ കീഴടക്കി. 2016 ശേഷം ആദ്യമായാണ് ഇവർ നഗരത്തിലേക്ക് തിരിച്ചെത്തുന്നത്. അലപ്പോയിൽ നിന്ന് പ്രദേശവാസികൾ മറ്റിടങ്ങളിലേക്ക് പലായനം ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. മിസൈൽ ആക്രമണവും വെടിവയ്പും ജനജീവിതം ദുസ്സഹമാക്കിയെന്നും 10,000-കണക്കിന് അലപ്പോ നിവാസികൾ പ്രദേശം വിട്ടുപോയെന്നും സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. അലപ്പോ നഗരം വിമതർ വളഞ്ഞതോടെ മേഖലയിലെ വിമാനത്താവളത്തിന്റെ പ്രവർത്തനമുൾപ്പെടെ പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ്. വിമത ഗ്രൂപ്പുകൾ നടത്തിയ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടതായി സിറിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു. വിമതരുടെ നിയന്ത്രണത്തിലുള്ള ഇദ്ലിബിൽ കഴിഞ്ഞ ആഴ്ചകളിൽ റഷ്യയുടെയും സിറിയയുടെയും വ്യോമസേനകൾ ആക്രമണം നടത്തിയിരുന്നു. ഇതിനു മറുപടിയായിട്ടാണ് തങ്ങളുടെ കടന്നാക്രമണമെന്ന് വിമതർ വ്യക്തമാക്കി. വിമതരെ പിന്തുണയ്ക്കുന്ന തുർക്കി ആക്രമണത്തിന് പച്ചക്കൊടി കാണിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം മേഖലയിൽ കൂടുതൽ അസ്ഥിര ഒഴിവാക്കാനാണ് തുർക്കി ശ്രമിക്കുന്നതെന്നും ഇത്തരം ആക്രമണങ്ങൾ സമാധാന കരാറിന് തുരങ്കം വയ്ക്കുന്നതാണെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും തുർക്കി വിദേശകാര്യ മന്ത്രാലയം വക്താവ് ഓങ്കു കെസലി പറഞ്ഞു. 2020 മാർച്ചിൽ റഷ്യയും തുർക്കിയും സംഘർഷം ലഘൂകരിക്കാനുള്ള കരാറിന് സമ്മതിച്ചിരുന്നു. ഇതിനുശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. റഷ്യയുടെ സഹായത്തോടെ വിമതരെ ചെറുക്കുന്നുണ്ടെന്നും സിറിയ വ്യക്തമാക്കി. ആക്രമണത്തിനെതിരെ പോരാടുകയാണെന്നും അലപ്പോയിലെയും ഇദ്ലിബിലെയും ഗ്രാമപ്രദേശങ്ങളിൽ വിമതർക്ക് കനത്ത നാശം വരുത്തിയെന്നും സിറിയൻ സൈന്യം വ്യക്തമാക്കി. അതേസമയം സിറിയൻ സർക്കാരിനാവശ്യമായ എല്ലാ പിന്തുണയും റഷ്യ വാഗ്ദാനം ചെയ്തു. വിമതരുടേത് സിറിയയുടെ പരമാധികാരത്തിനു മേലുള്ള ആക്രമണമായാണ് കണക്കാക്കുന്നതെന്ന് റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ് വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്.